ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നസ് റെസിപ്പി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് മട്ടൻ പച്ച മസാല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മളല്ലാത്ത സാധാരണ പൊടികളെല്ലാം ചേർത്ത് എല്ലാ പൊടികളും ചേർത്ത് ഉണ്ടാക്കുന്നതിൻ്റെ നിന്ന് വളരെ വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ അമർത്താനായിട്ടും മറക്കണ്ട. ഒട്ടും സമയം വൈകിക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നാടൻ റെസിപ്പികൾക്ക് വെളിച്ചെണ്ണയല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള 3 ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്പം മാത്രം ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി റോസ്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കളറൊക്കെ ഇങ്ങനെ മാറി സെറ്റായിട്ടൊന്ന് കിട്ടിയാൽ മതിയാവും. ഒട്ടും വേവിച്ചിട്ടില്ലെങ്കിൽ വഴറ്റിയിട്ടില്ലെങ്കിൽ മധുരം വരും, അതുകൊണ്ടിട്ടാണ് നന്നായിട്ട് വഴറ്റുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തു. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ ഫ്ലവറാണ്. അത് ഇഷ്ടമുള്ളവർ ചേർക്കുക, അല്ലാത്തവർ ചേർക്കേണ്ട കേട്ടോ. നല്ല സ്പൈസാണത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂണോളം മട്ടൻ മസാല, പിന്നെ ഒരല്പം പെരിഞ്ചീരകം പൊടിച്ചതും. ഇത്ര മാത്രമാണ് മസാലയായിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാം റോസ്റ്റായി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഓവർ റോസ്റ്റ് ആക്കിയും വേണ്ട. ഇതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയാൽ മാത്രം മതി, കാരണം നമ്മൾക്കിത് വേവിക്കാനുള്ളതാണ്. വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കറിയായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരു 1 to 2 മിനിറ്റ്സ് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലേക്ക് എല്ലാ മസാലകളും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ചാറ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നല്ല പോലെ വേവിക്കുന്നുണ്ട്. ഞാനൊരു 10 വിസിലൊക്കെ അടുപ്പിക്കും കേട്ടോ. നന്നായിട്ട് വെന്തിരിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അധികം ചാറൊന്നും ഇല്ലാത്ത നല്ല പച്ച മസാലയിലുള്ള മട്ടൻ ആണിത്. ടേസ്റ്റിയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ. പിന്നെ അധികം പൊടികളും അതുപോലെ മുളക് പൊടിയും ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല നാടൻ ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. ഒന്നുകൂടി ഇത് റോസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള റോസ്റ്റും ആയിട്ട് കിട്ടും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾക്ക് വേറെ റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഞാനപ്പോൾ അതിനനുസരിച്ചുള്ള റെസിപ്പീസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഡിയേഴ്സ്.